ഗൈസ് ഇന്നത്തെ പരിപാടി എന്താണെന്ന് അറിയോ? നമുക്കിതാ അങ്ങോട്ട് പോവാം. അതിമനോഹരമായ ഒരു സ്ഥലമുണ്ട്. എന്തായി മോനെ? തേങ്ങ വിളിക്കാം മോനെ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടല്ലോ. ഒരു വെറൈറ്റി ഐറ്റമാണ് ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത്. മോനെ വേക്കോട്ടും കറക്കൂലേ? അറിയാട്ടോ. പൊട്ടിക്കാനോ? പിന്നെ മണിമാമ പവറല്ലേ വേണ്ടട്ടാ, കൈ പോവേ. പൊട്ടിയാ പൊട്ടി. എന്റെ മോനെ മണിമാമ പൊട്ടിച്ച ഞങ്ങളുടെ വിദഗ്ധനായ മണി, ഞങ്ങളുടെ സ്വന്തം മണിമാമൻ. രാവിലെ മുതൽ മോനെ ഇതിലൊക്കെ നിങ്ങള് വിചാരിക്കാത്ത ലെവല് മസാല വരും. നോക്കട്ടെ, മണിമാമ സ്പെഷ്യലാ. ഇന്ന് പൊളിക്കും നമ്മള്. സൺഡേ നമുക്ക് പൊളിക്കാനുള്ളത്. സൺഡേ ഹോളിഡേ, അത് നമ്മളുടെ ദിവസമാണ് കേസ്. തിങ്കൾ മുതൽ ശനി വരെ പണിയെടുത്ത് ചാകുക. പക്ഷെ സൺഡേ അത് ഞങ്ങൾ പൊളിക്കും. അത് എന്ത് പറഞ്ഞാലും പണിയെടുത്ത് ചാവുക പറയണ്ട. ആ, എല്ലാ ആൾക്കാരെയും ഈ ലോകത്തുള്ള കംപ്ലീറ്റ് ആൾക്കാരെ ജീവിക്കാനായി ഈ ലോകത്ത് ഇറക്കിയിട്ട് നമ്മളെ ചാവാനാ, കടം പിടിച്ചാവാന്. നിങ്ങൾ ആയിരിക്കും എന്താ ഇപ്പൊ കുത്തുന്നത്? തേങ്ങ ചെരവാൻ ചെരവല്ല. അപ്പൊ ഞങ്ങൾക്ക് എന്തായാലും തേങ്ങ വറുത്ത് ഇതിൽ ചേർക്കണം. അപ്പൊ നമ്മളെന്താക്കുന്നത്, ഒന്ന് കുത്തി പൊടിച്ചെടുക്കുക തേങ്ങ, പച്ച തേങ്ങ. അമ്മ എന്താ വേണ്ടത്? ആ ലേശം വെള്ളം നിന്നോട്ടെ, ലേശം വെള്ളം നിന്നോട്ടെ, അത് ചോദിക്കോളൂ. അത് അതിലേക്ക് ബീഫ് ഇടണ്ടേ വെന്തിട്ട്, എന്നിട്ട് വേണം ആ വലിയ വട്ടയിൽ വേണം ബീഫ് രണ്ടിയാണേ. കിട്ടില്ല, മോയനെഞ്ച്, ബീഫ്, എല്ല്, പാടിച്ച് എല്ലാ സാധനവും ഉണ്ട്. വേണമെങ്കിൽ ഒരു കാര്യം, ഇപ്പത്തെ തീ കത്തിച്ചിട്ട് ഈ ചെമ്പതിന്റെ മുകളിൽ കടച്ചു ഈ ചെമ്പിലേക്ക് ഇടാം. ആ അപ്പൊ വയറ്റുമ്പോ അതുവരെ വന്നോട്ടെ. ഈ ചെമ്പിൽ വെച്ചിനെ എപ്പോഴും ബന്ധേനാണ്. ആ ഞാൻ എന്നോട് നേരത്തെ പറഞ്ഞില്ലേ ചെമ്പിൽ ബീഫ് വെക്കാന്ന്. ചെറിയൊരടപ്പും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പാത്രം വെച്ചാൽ വെള്ളം പറ്റി. മുളക് കീറിയില്ലോ ഗൈസ്. ഫുഡ് ഉണ്ടാക്കുക ഇതുവരെ 4 മണിയായി. കുറച്ച് വെച്ചോ. ഉള്ളി വയറ്റാം. നേരത്തെ രണ്ട് ടൈപ്പ് മസാല, രണ്ടിന്റെ ടേസ്റ്റ് കൂടി തെറ്റായിട്ടാ. ഒന്ന് സേവനി, ഒന്ന് ഈസ്റ്റാണോ? അല്ല അരിഞ്ഞിടി, അരിഞ്ഞിടാ പോവാ. കല്ലന്തക്കാളിയാ ചെറുങ്ങനെ പൊടിയാക്കില്ല. മുട്ടൻ കളഞ്ഞാൽ അത് വേണ്ട, കളയണ്ട. ഒരു സാധനം കളയാനുള്ള മുട്ടില്ല വൈറ്റമിൻസ്. വിറ്റമിൻസിന്റെ കല പറയാതെ അല്ല പറയാ. പണിക്കാർക്ക് മാത്രമുള്ള കുത്തി ചവുകയാണ്. അതേ അടുത്തതാ പരിപാടി. ഇല്ല ചുമന്ന ശിവു, ഞാൻ അങ്ങനെ ഒരു സംഭവം മേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കപ്പ തേങ്ങ സാജ് വേറെ ലെവലാ. എൻ്റെ മോനെ കൊടിയായിട്ട് വയ്യേക്ക്. തേങ്ങ കൊത്ത് ഞങ്ങള് കുത്തി ചതച്ചെടുത്ത തേങ്ങ കൊത്ത്. കൊതിപ്പിക്കല്ല ഷാജു, വറുത്തത് പകുതി വരെ. കുരുമുളക് പൊടി, നല്ല അവസൽ, നല്ല അടിപൊളി ഉണക്ക കുരുമുളക് പൊടി. അത് ഓവറാക്കല്ലേ, ഷാജുവിന് ലേശം ഓവറാക്കിയ ശീലമുണ്ട്. കുരുമുളക് പ്രത്യേക ഫുഡിന്റെ കാര്യത്തില് ഷാജു കഴിഞ്ഞിട്ട് അത് വേറെ തന്നെ, വേറെ ലെവലാ.
നമ്മളെ ഗുരുവാണ് ഇതാ തട്ടുന്നത്. ഇതാ മണിമാമന്, മണിമാമനെ കപ്പ മാനേജർ മണിമാമൻ, അസിസ്റ്റന്റ് മാനേജർ ഷാജു. ഒന്ന് ആവി കേട്ടോ, ഇളക്കേ ചെയ്യണം. ആവി കയറിയിട്ട് ഇളക്കുക. കുറച്ച് ലൂസ് വേണോ എന്നാലും അതിന്റെ ടേസ്റ്റ് എനിക്കതാട്ടോ ഇഷ്ടം. ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റാ. അതെ, ഇനി ഇത് കഴിച്ചിട്ട് പറ, ഈ നമ്മൾ വിചാരിച്ച സാധനമാണോ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന സാധനമാണോ എന്നുള്ളത് ഇപ്പൊ പറയണേ. ഇത് സ്പെഷ്യൽ സാധനമാണ്. കപ്പ ബിരിയാണി 5 ടൈപ്പ് ഉണ്ട്. കപ്പ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ടൈപ്പ് പറഞ്ഞാൽ ചുമ്മാ വെള്ളത്തിൽ വേവിച്ചിട്ട് ബീഫ് കഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് ഇളക്കുന്നത്, അതൊരു ടൈപ്പ്. പിന്നെ എല്ലാ സാധനങ്ങളും ചേർത്ത് വയറ്റുന്നത്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒഴിവാക്കിയിട്ട് ചെയ്യുന്നത്. അതാ നമ്മൾ ചെയ്തത്. ഇഞ്ചി വെളുത്തുള്ളി ഇതിലില്ല. അത് മറന്നുപോയല്ലോ. മറന്നുപോയതല്ല, സാധനം വാങ്ങാൻ മറന്നുപോയതാ. ഉള്ളി കട്ടിങ്, അതൊരു കട്ടിങ് അറിയ ഉള്ളി. കല്യാണപ്പുരകളിൽ സജീവമായിരുന്ന ചെയ്യാൻ വെക്കുന്ന പണിയല്ലേനോ ഇന്നലെ വേനികളൊക്കെ മാറിയേ. കാക്കാവേ ഇതിൽ പിന്നാണ്ടേ എന്നിട്ട് അത് സെപ്പറേറ്റ് വേറെ ഒന്നാ മതി. എന്താണ് എന്നാ സ്മെല്ലല്ലേ. ഞാൻ ആ വാരിയിട്ട പേപ്പറിലൊക്കെ പെട്ടുപോയി. മണിമാമന് പിന്നെ കപ്പ ബിരിയാണി തിന്നതിന്റെ കുത്തലാണ്. മിഥിലാജിന് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. മണിമാമന്റെ നമ്മളുടെ ഷാജിനെ കൈ വെല്ലാൻ വേറെ ആരും ഇല്ല ഇവിടെ. കറക്റ്റ് അളന്ന് മുറിച്ച് ഒരേ ലെവലിലാണ് നമ്മളെ ഷാജി വിളമ്പുക. സൂപ്പർ ടേസ്റ്റ്. നമ്മൾ വെച്ച് കഴിക്കുന്നതിന്റെ ടേസ്റ്റ് ഒരു എവിടെയും കിട്ടൂല. ഒരു കാര്യം പറയട്ടെ, ഞാൻ ഫസ്റ്റ് ടൈം അങ്ങനെ ഒരു കപ്പ ബിരിയാണി കഴിക്കുന്നത്. ആണോ? വേറെ ലെവല് അതിസാഹസികമായ അഭ്യാസങ്ങളാണ് കേസ്. ഞാനാളുണ്ടാവും. Yeah, man.